നമസ്കാരം. രാഷ്ട്രീയ കേരളം കാത്തുനിൽക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ജനവിധി എന്തെന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ തുടങ്ങുക. 8:30യോടുകൂടി ആദ്യ ഫലസൂചനകൾ അറിയാം. 10 മണിയോടുകൂടി പൂർണ്ണമായിട്ടുള്ള ഫലവിവരങ്ങൾ അറിയാനാകും എന്നതാണ് ഇപ്പോഴത്തെ ചിത്രം ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ നൽകും. വളരെ പെട്ടെന്ന് വരാം. നാട്ടുവോട്ടിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. ആദ്യ ഫലസൂചന രാവിലെ 8:30യോടെ. വോട്ടെണ്ണലിന് ഒരുക്കം പൂർത്തിയായി. 14 ജില്ലകളിലായി 244 വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. 7 ജില്ലകളിലേക്ക് നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ 78.83% പോളിംഗ്. റീപോളിംഗ് നടക്കുന്ന മലപ്പുറത്തെ 105-ഉം തൃശൂരിലെ 9 ബൂത്തുകളിൽ കനത്ത പോളിംഗ്. മലപ്പുറത്ത് 67-ഉം തൃശൂരിൽ 65% പോളിംഗ്. പാലക്കാട് BJP ബൂത്ത് പിടിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. BJP കയ്യേറ്റം. നഗരസഭയിലെ 46-ാം വാർഡിലെ ബൂത്തിൽ സ്ഥാനാർത്ഥി N ശിവരാജന്റെ നേതൃത്വത്തിൽ ഇടത് സ്ഥാനാർത്ഥിയെയും ഇറക്കിവിട്ടു. ആരോപണങ്ങൾ നിഷേധിച്ച് BJP. UP മോഡൽ അനുവദിക്കില്ലെന്ന് VM സുധീരൻ. ഏഴ് ജില്ലകളിലേക്ക് നടന്ന രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും മികച്ച പോളിംഗ്. 78.83% പോളിംഗാണ് രണ്ടാം ഘട്ടത്തിൽ രേഖപ്പെടുത്തിയത്. എറണാകുളം ജില്ലയിലാണ് കൂടുതൽ പോളിംഗ് നടന്നത്, 81.47%. അതേസമയം ഇന്നലെ പോളിംഗ് തടസ്സപ്പെട്ട ഇടങ്ങളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. തിരുവനന്തപുരത്ത് നിന്ന് K സജീഷ്, കൊച്ചിയിൽ നിന്ന് PP സന്ധ്യ, കോഴിക്കോട് നിന്ന് MK ഷുക്കൂർ എന്നിവരടക്കമുള്ള ഞങ്ങളുടെ റിപ്പോർട്ടർമാർ ഏറ്റവും ഒടുവിലത്തെ വിവരങ്ങളുമായി. നാളെ ഏത് നിലക്കാണ് രാഷ്ട്രീയ കേരളം ഈ വിവരങ്ങൾ അറിയുക എന്നത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളുമായി ചേരുന്നു. ആദ്യം K സജീഷിലേക്ക്. സജീഷ്, എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും എത്രമേൽ പ്രധാനപ്പെട്ടതാണ് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ നാളെ വരാനിരിക്കുന്ന ജനവിധി? രാഷ്ട്രീയ മുന്നണികൾ, നേതാക്കൾ ഏത് നിലക്കാണ്, എത്രമേൽ പ്രാധാന്യത്തോടു കൂടിയാണ് വിധി കാത്തിരിക്കുന്നത്? സനീഷ, തീർച്ചയായിട്ടും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന അതിനിർണായകമായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ്, ജനവിധിയാണ് നാളെ അറിയാൻ പോകുന്നത്. രാവിലെ 8 മണി മുതൽ ആരംഭിച്ച് ഉച്ചയ്ക്ക് മുൻപ് തന്നെ അന്തിമ ഫലം വരുന്നു. സനീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇരു മുന്നണികൾക്കും BJPക്കും അതീവ നിർണായകമാണ് തെരഞ്ഞെടുപ്പ് ഫലം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ ഒരു സെമി ഫൈനൽ എന്ന് ഇരു മുന്നണികളും നേരത്തെ തന്നെ വിശേഷിപ്പിച്ചതും ഒപ്പം തന്നെ ആശങ്കപ്പെട്ടതുമായ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനുള്ള എല്ലാ ക്രമീകരണങ്ങളും കമ്മീഷൻ ഒരുക്കി കഴിഞ്ഞു. 244 കേന്ദ്രങ്ങളായി രാവിലെ 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. 8:30യോടുകൂടി പോസ്റ്റൽ വോട്ട് എണ്ണിത്തീരുകയും 8:30 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണി തുടങ്ങുകയും ചെയ്യും. 9 മണിയോടുകൂടി ഒരുപക്ഷെ ആദ്യ ഫലങ്ങൾ ലഭിക്കും. 10:30യുടെയും 11 മണിയുടെയും ഇടയ്ക്ക് നമുക്ക് സംസ്ഥാനത്തിന്റെ പൊതു ട്രെൻഡ് അറിയാൻ കഴിയും. ഇലക്ട്രോണിക് വോട്ട് യന്ത്രം ആദ്യമായി എല്ലാ തലങ്ങളും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ മൊത്തം 11:30യോടുകൂടി ടോട്ടൽ കേരളത്തിന്റെ ജനവിധി നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും LDFനെ സംബന്ധിച്ചിടത്തോളം UDFനെ സംബന്ധിച്ചിടത്തോളം വലിയ അഗ്നിപരീക്ഷണമാണ് നാളെ അതിന്റെ അന്തിമ ഫലം അറിയാൻ പോകുന്നത്. UDFനെ സംബന്ധിച്ചിടത്തോളമാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ UDFിൽ ഉണ്ടാകുന്നത് വലിയ രാഷ്ട്രീയ പൊട്ടിത്തെറി തന്നെയായിരിക്കും. ബാർക്കോഴ കേസിലെ കോടതി വിധി ഒരു ഭാഗത്ത് വെല്ലുവിളിയായി കിടക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്നാൽ മാണിയുടെ രാജി ആവശ്യപ്പെടാൻ കാത്തു നിൽക്കുന്ന ഒട്ടേറെ കോൺഗ്രസ് നേതാക്കന്മാരും UDFിലെ ഘടകകക്ഷി നേതൃത്വങ്ങളുമുണ്ട്. മാണിയുടെ രാജി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് UDFിൽ വലിയ തോതിലുള്ള പിളർപ്പിലേക്കും കേരള കോൺഗ്രസ് എമ്മിന്റെ പുറത്തേക്ക് പോകലും അത് കലാശിക്കും. ഒപ്പം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യമെന്ന ഐ വിഭാഗത്തിന്റെ ഏറെക്കാലത്തെ ആവശ്യം ഒന്നുകൂടി ശക്തമാകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാന ഭരണത്തിന്റെ അന്ത്യം തന്നെ കുറിക്കുന്നതിന്റെ തുടക്കമായിരിക്കാം ഒരുപക്ഷെ നാളത്തെ തെരഞ്ഞെടുപ്പിൽ UDFിന് വലിയ തിരിച്ചടി നേരിട്ട് ഉണ്ടാവുക. അതല്ലാതെ വിജയമാണോ അല്ലെങ്കിൽ ഏതാണ്ട് ഒപ്പത്തിനൊപ്പമാണെങ്കിൽ പോലും അത് UDFിനെ സംബന്ധിച്ചിടത്തോളം വലിയ വിജയം തന്നെയായിരിക്കും. അവർക്ക് ബാർക്കോഴ കേസ് കോടതി വിധിയും ബാർക്കോഴ കേസ് മൂലമുള്ള വലിയ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ കഴിയും. മറുവശത്ത് നോക്കുകയാണെങ്കിൽ LDFിനെ സംബന്ധിച്ചിടത്തോളം അഗ്നിപരീക്ഷണമാണ്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നു. കഴിഞ്ഞ 2010 ശേഷം നടന്ന ഏതാണ്ട് എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും കനത്ത പരാജയം
LDF ഏറ്റുവാങ്ങിക്കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ 4.5 വർഷക്കാലത്തെ UDFന്റെ അഴിമതിയും വികസന വിരുദ്ധതയും എല്ലാം അക്കമിട്ട് പറഞ്ഞിട്ട് പോലും VS-ഉം പിണറായിയും എല്ലാം ഒരുപോലെ ഒരേ മനസ്സോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഉണ്ടായിട്ട് പോലും അട്ടിമറി വിജയം നേടാൻ UDF-ന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് തുടർ തോൽവികളുടെ പരാജയം ഇനി ഒരിക്കൽ കൂടി താങ്ങാൻ LDF-ന് കഴിയില്ല. പരാജയപ്പെട്ട് കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് ഒട്ടും ആത്മവിശ്വാസത്തോടെ പോകാൻ LDF-ന് കഴിയില്ല. മുന്നണിക്കുള്ളിലും CPM-നുള്ളിലും അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയും ചെയ്യും. BJP സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇത് വലിയ സുവർണാവസരമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. SNDP എന്ന കേരളത്തിലെ പ്രബല സാമുദായിക സംഘടനയുടെ പിന്തുണ തങ്ങളുടെ വോട്ടിന്റെ ആസ്തി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് BJP കണക്കൂട്ടുന്നു. തിരുവനന്തപുരം, കാസർഗോഡ്, പാലക്കാട് ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ ഏതാണ്ട് എല്ലാ മേഖലകളിലും വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാനും ഒരുപക്ഷെ പല കോർപ്പറേഷന്റെയും മുനിസിപ്പാലിറ്റിയുടെയും ഗ്രാമപഞ്ചായത്തിന്റെ ഭരണം നിർണ്ണയിക്കാൻ കഴിയുന്ന സ്വാധീനിക്കാവുന്ന അവസ്ഥയിലേക്ക് തങ്ങൾ എത്തിച്ചേരുമെന്ന ഒരു ആഗ്രഹവും അവകാശവാദവും BJP മുന്നോട്ട് വെക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇരു മുന്നണികൾക്കും BJP-ക്കും കേരള രാഷ്ട്രീയത്തിനും ഏറ്റവും നിർണായകമാകുന്ന രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ അന്തിമ ഫലമാണ് നാളെ വരാൻ പോകുന്നത്. തിരിച്ചു വരാം സജീഷ്. സന്ധ്യ കൊച്ചി കോർപ്പറേഷനിൽ നിന്നും രാഷ്ട്രീയമായ പൊട്ടിത്തെറികൾ ആ ഭാഗത്ത് നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന്, UDF-ൽ നിന്ന് ഇതിനകം തന്നെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഏത് നിലക്കുള്ള രാഷ്ട്രീയമായിട്ടുള്ള ചലനങ്ങളാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലും UDF-ലും ഒക്കെ ഉണ്ടാവുക എന്നതിനുള്ള ആദ്യ സൂചനകൾ ഒരുപക്ഷെ വോട്ടെണ്ണൽ നടക്കുന്നതിന് മുമ്പ് തന്നെ ലഭ്യവുമാണ്. സ്വാഭാവികമായും ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ് കൊച്ചി അടക്കമുള്ള മധ്യ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് വിധി. BJP-ക്കും അവിടെ അവരുടെ സ്വാധീന ശേഷി തെളിയിക്കേണ്ടതുണ്ട്. ഏത് നിലക്കുള്ള ഫലങ്ങളാണ് മൂവരും പ്രതീക്ഷിക്കുന്നത്? ഏത് നിലക്കുള്ള അവകാശവാദങ്ങളാണ് BJP-ക്കും രണ്ട് മുന്നണികൾക്കുമുള്ളത്? സനീഷ് പറഞ്ഞതുപോലെ തന്നെ രണ്ട് മുന്നണികൾക്കും അതുപോലെ തന്നെ BJP-ക്കും നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ രണ്ട് മുന്നണികളും കാര്യമായ പ്രചരണവും കാര്യമായ ആവേശവും പ്രചരണത്തിലുടനീളം പുലർത്തിപ്പോന്നു. നമുക്കറിയാം BJP-യെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് നിർണായകമാണ്. പ്രത്യേകിച്ച് മധ്യകേരളത്തിലേക്ക് വരുമ്പോൾ ആലപ്പുഴയിൽ ഉണ്ടാക്കിയ പുതിയ സഖ്യം എത്രത്തോളം ഫലപ്രദമായിരുന്നു എന്ന് ഈ തെരഞ്ഞെടുപ്പോടുകൂടി വ്യക്തമാവും. മാത്രമല്ല, മധ്യകേരളത്തിൻ്റെ പൊതുവെയുള്ള ചിത്രം എടുക്കുകയാണെങ്കിൽ മധ്യകേരളത്തിൽ പൊതുവെ UDF-ന് മേൽക്കൈയുള്ള പ്രദേശങ്ങളാണ്. നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലുമെല്ലാം UDF-ന് മേൽക്കൈയുള്ള പ്രദേശങ്ങൾ തന്നെയാണ് മധ്യകേരളത്തിൽ. അത്തരത്തിൽ നോക്കുമ്പോൾ 5 ജില്ലകളുടെ കാര്യമെടുക്കുമ്പോൾ 3 ജില്ലകളുടെ കാര്യത്തിൽ UDF തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. കോട്ടയം, തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിൽ തികഞ്ഞ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട്. മറ്റ് ജില്ലകളുടെ കാര്യമെടുക്കുകയാണെങ്കിൽ നേരത്തെ സനീഷ് പറഞ്ഞതുപോലെ തന്നെ കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യത്തിൽ, എറണാകുളം ജില്ലയുടെ കാര്യത്തിൽ, കൊച്ചി കോർപ്പറേഷൻ്റെ കാര്യത്തിൽ ഈ ഒരു ആത്മവിശ്വാസം ഇപ്പോൾ UDF-ന് ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്നുണ്ടായ ചില അഭിപ്രായ പ്രകടനങ്ങളൊക്കെ ഇതിൻ്റെ തുടർച്ചയായിട്ട് വേണം വിലയിരുത്താൻ. നമുക്കറിയാം കൊച്ചി കോർപ്പറേഷനിൽ ഇതുവരെ 69% പോളിംഗ് ആണ് അവസാന ചിത്രം വന്നപ്പോൾ, പോളിംഗ് ശതമാനത്തിൻ്റെ അവസാന ചിത്രം വന്നപ്പോൾ 69% പോളിംഗ് ആണ് ഇതുവരെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷനിൽ UDF-ന്റെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു എന്ന് വിലയിരുത്താൻ കഴിയില്ല. പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ ക്രൈസ്തവ വോട്ടർമാരുടെ എണ്ണം കൂടുതലാണ്. ഇത്തരത്തിൽ ക്രൈസ്തവ വോട്ടുകൾ, ലത്തീൻ സമുദായക്കാരായ വോട്ടർമാരുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു എന്നുള്ള ആത്മവിശ്വാസം കോൺഗ്രസിനില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇന്നുണ്ടായ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ തന്നെ ഉണ്ടായത്. അത്തരത്തിൽ നോക്കുമ്പോൾ UDF-ന് കൊച്ചി കോർപ്പറേഷൻ സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസം ഇല്ല എന്ന് തന്നെ കാണാം. തൃശ്ശൂർ ജില്ലയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ 71%, തൃശ്ശൂർ കോർപ്പറേഷനിൽ 71% പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. പക്ഷേ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ കോൺഗ്രസിന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ തന്നെയും കഴിഞ്ഞ തവണത്തേതുപോലുള്ള ഭൂരിപക്ഷം ഇത്തവണ ഉണ്ടാവില്ല എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലാണ് ഇപ്പോൾ കോൺഗ്രസ് തൃശ്ശൂർ ജില്ലയിൽ നടത്തുന്നത്. അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ നല്ല പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. 77% പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെയുള്ള ഈഴവ വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. ഈ വോട്ടുകൾ ആർക്ക് അനുകൂലമായിരിക്കും എന്നുള്ള ആശങ്ക പൊതുവെ രണ്ട് മുന്നണികൾക്കുമുണ്ട്, BJP-ക്കുമുണ്ട്. നമുക്കറിയാം BJP-യും SNDP-യുമായി ഉണ്ടാക്കിയ സഖ്യം ഏറ്റവും കൂടുതൽ ശക്തമായ സാന്നിധ്യമായത് ആലപ്പുഴ ജില്ലയിലാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ ഈ പോൾ ചെയ്യപ്പെട്ട ഈഴവ വോട്ടുകൾ ആർക്ക് അനുകൂലമായിരിക്കുമെന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതാണ്. കോട്ടയം ജില്ലയുടെ കാര്യമെടുക്കുകയാണെങ്കിൽ കോട്ടയം ജില്ലയിൽ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമുണ്ട്. മന്ത്രിസഭയിലെ പ്രമുഖരുടെയൊക്കെ നാടാണ് കോട്ടയം. മന്ത്രി KM മാണി അടക്കമുള്ളവരുടെ നാടാണ് കോട്ടയം. ബാർ കോഴ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും കോട്ടയം ജില്ലയിൽ തന്നെയാണ്. അതുകൊണ്ട് കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്ന തെരഞ്ഞെടുപ്പ് ഫലം വളരെ നിർണായകവുമായിരിക്കും. മന്ത്രി KM മാണിയുടെ ഭാവി തന്നെ നിർണ്ണയിക്കുന്ന രീതിയിലേക്ക് കോട്ടയം ജില്ലയുടെ ഒരു ഫലം മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇടുക്കിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തിരിച്ചു വരാം അതടക്കമുള്ള ജില്ലകളിലെ മറ്റു വിഷയങ്ങളിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഷുക്കൂർ കൂടെ ചേരുന്നു.
കോഴിക്കോട് നിന്ന്. ഷുക്കൂർ, കോഴിക്കോട് നഗരസഭ നിലനിർത്തുക LDFിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമാണ്. അവരതിനുവേണ്ടി എല്ലാ ശ്രമവും നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇത്തവണ തങ്ങൾക്ക് ഭരിക്കാനാകുമെന്ന ആത്മവിശ്വാസമാണ് UDFന് കോർപ്പറേഷനകത്തുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിലും കോഴിക്കോട് അടക്കമുള്ള വടക്കൻ ജില്ലകളിലും പലതരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. കണ്ണൂരിലാണെങ്കിൽ അക്രമ രാഷ്ട്രീയം പതിവ് പോലെ ചർച്ചാ വിഷയമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് UDF. അവിടെ ഒരു ചർച്ചാ വിഷയമാണ് തന്നെ അത്. ഒപ്പം കോഴിക്കോട്ടാണെങ്കിൽ RMP പോലുള്ള ആളുകളുടെ സാന്നിധ്യം ഏത് നിലക്കാണ് ആ മേഖലയിൽ പ്രവർത്തിക്കുക, സ്വാധീനമുണ്ടാവുക എന്നതടക്കമുള്ള രാഷ്ട്രീയ സംഗതികളുണ്ട്. ഏത് നിലക്ക് പ്രധാനപ്പെട്ടതാണ് വടക്കൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ജനവിധി? ഓരോരുത്തരുടെയും പ്രതീക്ഷകളും ആശങ്കകളും എന്തൊക്കെയാണ്? സനീഷ്, വടക്കൻ കേരളത്തിലാണ് വളരെ ശക്തമായ മത്സരം നടക്കുന്നത് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ച് മലബാറിലെ പ്രധാനപ്പെട്ട ഈ 5 ജില്ലകളിൽ കാസർഗോഡ്, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, പാലക്കാട് ജില്ലകളിൽ ഇപ്പോൾ മൂന്നിടത്തും LDF ആണ് ജില്ലാ പഞ്ചായത്തുകൾ ഭരിക്കുന്നത്. 2 ഇടത്താണ് UDFന് ഭരണമുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ വലിയ UDF തരംഗമുണ്ടായപ്പോഴും പിടിച്ചു നിന്ന ചില ജില്ലാ പഞ്ചായത്തുകൾ LDFനുള്ള ജില്ല കൂടിയാണിത്. ഇവിടെ വലിയ മുന്നേറ്റം ഇത്തവണ നടത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇടത് കേന്ദ്രങ്ങൾക്കുള്ളത്. തെരഞ്ഞെടുപ്പിന് ശേഷവും അവർ നടത്തിയ കണക്കെടുപ്പിൽ വലിയ മുന്നേറ്റം മലബാറിൽ ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് മലബാറിൽ ഒരു ന്യൂനപക്ഷങ്ങൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നൊരു വിലയിരുത്തലാണ് പാർട്ടിക്കുള്ളത്. നമുക്കറിയാം, കാസർഗോഡ് ജില്ലയിലാണ് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പോരാട്ടം നടക്കുന്ന ഒരു ജില്ല. കാസർഗോഡ് ജില്ലയിൽ ഇത്തവണ എന്തായാലും ഭരണം പിടിക്കാൻ കഴിയും എന്നൊരു പ്രതീക്ഷ LDFനുണ്ട്. കാരണം ഇടതു മുന്നണി UDFിലെ റിബൽ ശല്യമാണ് LDFന് പ്രതീക്ഷ പകരുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ്, കാഞ്ഞങ്ങാട്, നീലേശ്വരം ഈ 3 നഗരസഭകളിൽ 2 ഇടത്തും UDF ആണ് ഭരിക്കുന്നത്. ഇത് 2 ഇടത്തും ഭരണം പിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയാണ് ഇപ്പോൾ LDF കേന്ദ്രങ്ങൾ വെച്ചു പുലർത്തുന്നത്. എന്നാൽ അങ്ങനെയല്ല, നീലേശ്വരം അടക്കമുള്ള നഗരസഭകൾ പിടിച്ചെടുക്കുമെന്നൊരു പ്രതീക്ഷയാണ് LDF വെച്ചു പുലർത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കണ്ണൂർ ജില്ലയിലേതാണ്. അക്രമ രാഷ്ട്രീയം വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് കണ്ണൂരിൽ നടന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിന് തൊട്ടടുത്ത ദിവസം തന്നെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകൻ അവിടെ അക്രമത്തിൽ പരിക്കേറ്റ് അതിനുശേഷം മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതുൾപ്പെടെ വലിയ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം ഇടതുപക്ഷം പ്രതീക്ഷിക്കുന്നു. കാരണം കഴിഞ്ഞ തവണ ഉള്ള ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ഇടതുപക്ഷത്തിന് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം കണ്ണൂരിൽ വലിയ പാർട്ടിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ തിരിച്ചു വരാനാകുമെന്നൊരു പ്രതീക്ഷയാണ് അവർക്കുള്ളത്. കാരായി രാജൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലെ പാട്യം ഡിവിഷനിലേക്ക് മത്സരിക്കുന്നു. അവിടെ ഉൾപ്പെടെ വിജയിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയുണ്ട്. ഒപ്പം തലശ്ശേരി നഗരസഭയിൽ കാരായി ചന്ദ്രശേഖരൻ മത്സരിക്കുന്നു. ഇവിടെ ചെറിയ ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. K സജീഷ്, PP സന്ധ്യ, MK ഷുക്കൂർ എന്നിവരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അവർക്കൊപ്പം ഇന്ന് 2ാം ഘട്ടത്തിൽ ഇന്ന് റീപോളിംഗ് നടന്ന മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്ന് റഹീസ് റഷീദും അഞ്ജിത അശോകും കൂടെ ചേരും വിവരങ്ങളുമായി. വളരെ പെട്ടെന്ന് അവരിലേക്ക് തിരിച്ചു വരാം ചെറിയ ഇടവേളയ്ക്ക് ശേഷം. നാട്ടുവോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് റീപോളിംഗ് നടന്ന മലപ്പുറം, തൃശൂർ ജില്ലകളിൽ നിന്ന് റഹീസ് റഷീദും അഞ്ജിത അശോകും ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആദ്യം റഹീസിലേക്ക്. 105 ബൂത്തുകളിലാണ് ഇന്ന് അവിടെ റീപോളിംഗ് നടന്നത്. റഹീസ്, ആദ്യ ഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഇന്നലെ ഈ ക്രമക്കേട് ബുദ്ധിമുട്ടുണ്ടായ സമയത്തടക്കം 74% പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു മലപ്പുറത്ത്. ഇന്ന് എത്രക്കാണ് റീപോളിംഗിലെ പോളിംഗ് ശതമാനം? മറ്റ് വിവരങ്ങൾ എന്താ? സനീഷ്, ഔദ്യോഗികമായി സർക്കാർ പറയുന്നില്ലെങ്കിൽ പോലും 80% പോളിംഗ് ഇന്ന് 105 ബൂത്തുകൾ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് അനൗദ്യോഗികമായി ജില്ലാ കളക്ടറേറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള ഒരു പോളിംഗ് ആയിരുന്നു എല്ലാ ബൂത്തുകളിലും തന്നെ ഉണ്ടായിരുന്നത്. നീണ്ട ഒരു നിര എല്ലാ ബൂത്തുകളിലും കാണാമായിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസും ലീഗും നേർക്കുനേർ മത്സരിക്കുന്ന വണ്ടൂർ മണ്ഡലത്തിലെ 6 പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ ഇന്ന് റീപോളിംഗ് ഉണ്ടായിരുന്നു. അവിടെയായിരുന്നു കനത്ത പോളിംഗ് ഉണ്ടായിരുന്നത്. നീണ്ട ക്യൂ, രാവിലെ 6 മണിക്ക് മുമ്പ് തന്നെ ചിലയിടങ്ങളിൽ ക്യൂ ഉണ്ടായിരുന്നു. ഇപ്പോഴും 5 മണിക്ക് ശേഷവും നീണ്ട നിര പല സ്ഥലങ്ങളിലും ഉണ്ടായിരുന്നു. കോൺഗ്രസും ലീഗും മത്സരിക്കുന്ന ആ സ്ഥലത്തിന് പുറമെ CPMന് സ്വാധീനമുള്ള അങ്ങാടിപ്പുറം, ഏലംകുളം പോലുള്ള പഞ്ചായത്തുകളിലും നല്ല ഒരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ ശക്തി പ്രദേശങ്ങളിലും നല്ല രീതിയിൽ തന്നെ വോട്ടിംഗ് നടന്നു. വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കാൻ വേണ്ടി കുറച്ച് പ്രദേശത്ത് മാത്രം വോട്ടിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ ആ പഞ്ചായത്തിലെ മറ്റു വാർഡിലെ പാർട്ടി പ്രവർത്തകർ
പ്രവർത്തകരും സജീവമായി രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതുകൊണ്ട് തന്നെയാണ് വോട്ടിംഗ് ശതമാനം ഇത്രയധികം ഉയർന്നത്. കഴിഞ്ഞ തവണ 79.8% മലപ്പുറത്തെ 2010 പോളിംഗ് ശതമാനം. ഏകദേശം അതിനോടടുത്തോ അതിനെ തൊട്ട് കവിയുന്ന ഒരു പോളിംഗ് ശതമാനമായിരിക്കും ഇന്നത്തെ കൂടി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മലപ്പുറത്ത് ഉണ്ടാവുക എന്നതാണ്. നല്ല പോളിംഗ് ശതമാനമുണ്ട് മലപ്പുറത്ത് എന്നാണ് റഹീസ് റഷീദ് വിവരങ്ങൾ നൽകുന്നത്. ഇന്ന് ഏതാണ്ട് 80% വോട്ടിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ബുദ്ധിമുട്ടുണ്ടായ ഇന്ന് റീപോളിംഗ് നടന്ന ബൂത്തുകളിൽ എന്ന വിവരമാണ് റഹീസ് റഷീദ് നൽകുന്നത്. നന്ദി റഹീസ്. അഞ്ചിതയിലേക്ക് 9 ബൂത്തുകളിലാണ് 9 കേന്ദ്രങ്ങളിലാണ് ഇന്ന് തൃശ്ശൂരിൽ റീപോളിംഗ് നടന്നത്. എല്ലാവരും എത്തിയോ വോട്ട് ചെയ്യാൻ? എത്ര ശതമാനമുണ്ട് ഈ 9 കേന്ദ്രങ്ങളിൽ? സനീഷെ, തൃശ്ശൂരിലെ റീപോളിംഗ് നടന്ന 9 കേന്ദ്രങ്ങളിലും മികച്ച പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാ ബൂത്തുകളിലും തന്നെ 70% കൂടുതൽ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞു. പോളിംഗ് സമയം അവസാനിച്ച ശേഷം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 77.9% ഈ 9 ബൂത്തുകളിൽ നിന്നുള്ള പോളിംഗ് ശതമാനം. ഇതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്നമനടയിലെ 14 വാർഡിലെ 1-ാം നമ്പർ ബൂത്താണ്. ഇവിടെ 83% പോളിംഗ് രേഖപ്പെടുത്തി. കുറവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് കയ്പമംഗലത്താണ്. കയ്പമംഗലത്ത് 69% പോളിംഗ് മാത്രമാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. കയ്പമംഗലത്ത് തുടക്കത്തിൽ തന്നെ 1 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടിരുന്നു. യന്ത്ര തകരാർ മൂലമായിരുന്നു ഇന്നും വോട്ടിംഗ് തടസ്സപ്പെട്ടത്. ഇത് ഒഴിച്ചു നിർത്തിയാൽ മറ്റെല്ലാ ബൂത്തുകളിലും തന്നെ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയത്. കാരണം വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്കെല്ലാം തന്നെ ഒരു ഭയമുണ്ടായിരുന്നു ഇന്ന് റീപോളിംഗ് നടക്കുന്നതിനാൽ ഈ ബൂത്തുകളിലേക്ക് വോട്ടർമാരുടെ ഒരു ഒഴുക്ക് കുറയുമെന്നുള്ളത്. ഇതിൽ പ്രകാരം എല്ലാ രാഷ്ട്രീയ കക്ഷികളും അതുപോലെ മറ്റു ബൂത്തുകളിലെ എല്ലാവരും കൂടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനം ഈ റീപോളിംഗ് നടക്കുന്ന ബൂത്തുകളിലെല്ലാം നടക്കുകയുണ്ടായി. ഇതേ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് ഈ 9 ബൂത്തുകളിലും കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. സനീഷ്, നന്ദി അഞ്ജിത വിവരങ്ങൾക്ക്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. കെ സജീഷ് തിരുവനന്തപുരത്ത് നിന്നും, കോഴിക്കോട് നിന്ന് MK ഷുക്കൂറും, കൊച്ചിയിൽ നിന്ന് PP സന്ധ്യയുമാണ് മറ്റ് വിവരങ്ങളുമായി ചേരുക. വളരെ പെട്ടെന്ന് വരാം ഇടവേളയ്ക്ക് ശേഷം. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രം ആണ് ബാക്കിയുള്ളത്. മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ കേരളം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് തീർച്ചയായും ആ ഫലം എന്ത് എന്നറിയാനാണ്. 4 ആൾ കൂടുന്നിടത്തെല്ലാം ചർച്ച സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് ഫലം തന്നെ. ഫലം എന്തായിരിക്കുമെന്ന് തിരുവനന്തപുരത്തെ വോട്ടർമാർ ഞങ്ങളുടെ പ്രതിനിധി അല്ലമീനോട് സംസാരിക്കുന്നു. അതിലേക്ക്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനം നാളെ. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ തന്നെ വിധിയറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചില വോട്ടർമാരുടെ പ്രതീക്ഷകളിലേക്കും പ്രതികരണങ്ങളിലേക്കും. ഈ ഇലക്ഷൻ റിസൾട്ട് നാളെ വരികയാണ്. അപ്പോൾ ആർക്കാർക്കൊരു സാധ്യത കൂടുതൽ? ഭയങ്കര ചോദ്യമാണല്ലോ സുഹൃത്തെ ചോദിച്ചത്. ഞാൻ സാധ്യത കൽപ്പിക്കുന്നത് LDF തന്നെയാണ്. UDF സാധ്യതയുണ്ട്. കൂടുതലും സീറ്റുകൾ BJP കൊണ്ടുപോകും. BJP ആയിരിക്കും കൂടുതൽ വരാൻ ചാൻസ്. സാഹചര്യം LDF ആയിരിക്കാൻ തോന്നുന്നു. സാധ്യത ഇടതുപക്ഷത്തിന് കൽപ്പിക്കാം. LDF ആയിരിക്കുമെന്ന് വിചാരിക്കണം. BJPക്ക് ഒരു സാധ്യത ഉണ്ട്. മൊത്തമായിട്ട് നോക്കുകയാണെങ്കിൽ UDF തരംഗമാണ് സാധ്യത ഈ കോൺഗ്രസിന് തന്നെ ആണെന്ന് നമുക്ക് വിശ്വസിക്കാം. നമ്മൾ അതിനാണ് ഇട്ടത്. കോൺഗ്രസ് LDFനായിരിക്കും സാധ്യത കൂടുതലും. കൂടുതലായിരിക്കും ചെയ്യും. സാധ്യത കേരളത്തിൽ കംപ്ലീറ്റും UDF തന്നെ തൂത്തുവരാനുള്ള കാലാവസ്ഥയാണ് ഇപ്പം കിടക്കുന്നത്. UDF ആയിരിക്കും അല്ലേ? നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഏറ്റവും മുൻതൂക്കം നിൽക്കുന്നത് UDF തന്നെയാണ്. എൻ്റെ അഭിപ്രായത്തിൽ LDF ജയിക്കുമെന്നാണ്. UDF ജയിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ BJP എല്ലാ വർഷത്തേക്കാളും കുറച്ചുകൂടെ ഒരു മുന്നേറ്റം ഉണ്ടാവും BJPക്ക് പൊതുവെ മൊത്തത്തിൽ. താമര BJP 100%. ആദ്യത്തെ LDFനായിരിക്കും. കാരണം തിരുവനന്തപുരം, കൊല്ലം LDF തരംഗം തന്നെ ആയിരിക്കും. കോൺഗ്രസിനായിരിക്കും. ഇലക്ഷൻ്റെ റിസൾട്ട് നാളെ വരുവാണ്. ഈ കളറാണ് ഇത് പാറു. ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കാൻ ഒന്നും പറയാൻ പറ്റില്ല. എന്നാലും ഒരു ടൈറ്റ് ആയിരുന്നു മത്സരം, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. UDF തന്നെ ആവാനാണ് സാധ്യത. UDF നമ്മൾ ജനങ്ങളാകെ കൺഫ്യൂഷനായി തോന്നാം. ഒരു രാഷ്ട്രീയ പാർട്ടിയോടും പ്രത്യേക താല്പര്യമില്ല. പിന്നെ നിൽക്കുന്ന വ്യക്തികൾ നോക്കിയുള്ള ഇതാ, അതുകൊണ്ട് ഒന്നും പറയാൻ പാടില്ല. LDF അതിനൊരു ചോമ്പുമായിരിക്കും മൊത്തവും. പ്രതീക്ഷകളും പ്രതികരണങ്ങളും പലതാണ്. യഥാർത്ഥ ജനവിധി എന്ത് എന്ന് നാളെ അറിയാം. കോഴിക്കോട്ടെ വോട്ടർമാരിൽ നിന്നും പ്രതികരണം തേടുകയാണ് ഷിത. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങൾ ഇനി ആരു ഭരിക്കും? അറിയാൻ മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ജനങ്ങളും മുന്നണികളുമെല്ലാം തന്നെ ആകാംക്ഷയിലാണ്. സായാഹ്ന സവാരികളിലും വിശ്രമങ്ങളിലുമെല്ലാം ഇതുതന്നെയാണ് വിഷയം. കോഴിക്കോട് മാനാഞ്ചിറയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ ഒത്തിരി പേരുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ഇന്ന് ബുദ്ധിമുട്ടിക്കാണ്
ഇപ്പോൾ നാളെ പറയാണല്ലോ, നമുക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ചിത്രം നാളെ തെളിയും, മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എന്താ ഇപ്പോൾ ഒരു പ്രതീക്ഷ നിങ്ങളുടെ? ആരായിരിക്കും മൊത്തത്തിൽ കേരളത്തിൽ മുന്നോട്ട് വരുന്നത്? കേരളത്തിലെ മഹാഭൂരിപക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ പഞ്ചായത്തുകളും കോർപ്പറേഷനുകളും ഭരിക്കുമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതായത് BJP തന്നെ. കാരണം വെച്ചാൽ ഇത്ര കൊല്ലമായല്ലോ മാർക്സ് പാർട്ടിൻ്റെയും UDFിൻ്റെയും ഭരണം. ജനങ്ങളൊരു മാറ്റി വിലയിരുത്തിയിരിക്കും. ഇടതുപക്ഷമാണ് വികസനം കൊണ്ടുവരുന്നത് എന്നുള്ളത് ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തെ നല്ല ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കും എന്നാണ് പറയുന്നത്. UDF ജയിക്കും എന്നൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. നല്ലൊരു വിജയത്തോടു കൂടി തന്നെ UDF ജയിക്കും. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ ഒരു LDFിൻ്റെ അക്രമ രാഷ്ട്രീയത്തിനും BJPയുടെ ആ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്കുമൊക്കെ എതിരായിക്കൊണ്ട് തന്നെ കേരളത്തിൽ മൊത്തത്തിൽ LDF നല്ല ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരും. കോഴിക്കോട് 2005-നേക്കാളും മെച്ചമായിട്ട് വരുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തവണ BJP കോഴിക്കോട് കോർപ്പറേഷനിൽ ശക്തമായ പ്രാതിനിധ്യം ഉണ്ടാവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ചിട്ട് നോക്കുമ്പോൾ സാഹചര്യങ്ങൾ കുറേ മാറിയിട്ടുണ്ട്. അതിൻ്റേതായിട്ടുള്ള പ്രതീക്ഷ ഞങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. ഇനിയിപ്പോൾ ഏതായാലും നമ്മൾ അടുത്ത ഒരു 12 മണിക്കൂറിൻ്റെ പ്രശ്നങ്ങളുള്ളൂ. സംസ്ഥാനത്ത് ഒരു തർക്കമില്ല. LDF അധികാരത്തിൽ വരുന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. മുഴുവൻ കോർപ്പറേഷനും LDFിനെ കിട്ടും. BJPക്കും അല്ലെങ്കിൽ ഈ അഴിമതി നടത്തിക്കൊണ്ട് അല്ലെങ്കിൽ അക്രമ രാഷ്ട്രീയം നടത്തിക്കൊണ്ട് നിൽക്കുന്ന LDFിനോ കേരളത്തിൽ ഇനിയൊരു സ്ഥാനം ഉണ്ടാവില്ല എന്നുള്ള കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കൃത്യമായൊരു ചിത്രം ജനങ്ങൾക്ക് വെളിപ്പെടുത്തി കിട്ടും. ഇരു മുന്നണികളിൽ നിന്നും ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. സംസ്ഥാനം മൊത്തം ഐക്യ ജനാധിപത്യ മുന്നണി തൂത്തുവാരും, യാതൊരു തർക്കവുമില്ല. പ്രതീക്ഷകൾ ഏറെയുണ്ട്. തങ്ങൾ വിശ്വസിക്കുന്ന മുന്നണികൾ, തങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടികൾ കേരളത്തിൽ നാളെ അധികാരത്തിലേറും. നമുക്കും കാത്തിരിക്കാം. ഇനി മണിക്കൂറുകൾ മാത്രം. തൃശ്ശൂരിലെ വോട്ടർമാരുടെ പ്രതികരണങ്ങളാണ് ഇനി. അഞ്ജിത അശോക് ചേരുന്നു. കേരളം ആർക്കൊപ്പം എന്നറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. നാളെ വോട്ടെണ്ണു മുമ്പ് ജനങ്ങളുടെ പ്രതീക്ഷ ആർക്കൊപ്പം നമുക്ക് അന്വേഷിക്കാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടാവുള്ളൂ. എന്താ കാര്യം? നമ്മുടെ പാർട്ടിയുടെ കാര്യമുള്ള ഉമ്മൻചാണ്ടി പോരാ. മറ്റു രണ്ടു കൂട്ടരെയും പരീക്ഷിച്ചു കഴിഞ്ഞിട്ട് ഒരു ലക്ഷ്യം കാണാനില്ല. അപ്പൊ എല്ലാവരും BJPയുടെ ഒപ്പം ഉണ്ടാവുകയുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. മൊത്തത്തിൽ ഇപ്പൊ മോശമില്ല. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ചേട്ടാ, നാളെ റിസൾട്ട് വരില്ലേ? കേരളം ആർക്കൊപ്പമാണെന്നാ തോന്നുന്നേ? കേരളം കോൺഗ്രസിന്റെ ഒപ്പം. അവരെന്നെ ജയിക്കുള്ള ഈ കോർപ്പറേഷൻ അവർക്കുള്ളതാണ്. തൃശ്ശൂർ കോർപ്പറേഷൻ അഭിപ്രായം പറഞ്ഞ BJP ഭരിക്കുള്ളൂ, ഉറപ്പാ. മിക്കവാറും UDFിന് സാധ്യതയുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഇത് വെച്ചിട്ട് ട്രെൻഡ് വെച്ചിട്ട് മുഴുവൻ തീർത്ത് പറയാനും പറ്റില്ല. എന്നാലും ഒരു സാധ്യത കാണുന്നത് UDFിന് തന്നെയാണ്. LDF ജയിക്കാൻ 5 കൊല്ലം UDF ഭരിച്ചൂല, ഇനി LDF വരട്ടെ. കേരളം UDFിന് വായിക്കാൻ സാധ്യതയാണ്. മതേതര പാർട്ടി എന്ന് പറയുന്നത് സാധാരണ ജനങ്ങൾ അംഗീകരിക്കുന്നത് UDF ആണ്. ഇപ്പൊ എല്ലാവരും കൂടി കൂട്ടുകക്ഷികളായി BJPയും അതുപോലെ UDFും LDFും എല്ലാം ഈ കിളിപ്പാട്ടേക്ക് വന്നതുകൊണ്ട് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇതിനൊരു വ്യത്യാസം ഉണ്ടാവും. മാറ്റമുണ്ട് ജനങ്ങൾക്ക് പൊതുവെ എല്ലാത്തിലും മൊത്തത്തിൽ. പക്ഷെ അങ്ങനെ മാറ്റം പൊതുവെ ഇപ്പം നിലനിൽക്കി വെക്കുന്നതിനൊരു വ്യത്യാസം വരില്ല. ആയിട്ടായിരിക്കും LDFും UDF എങ്കിലും ഒരു പണത്തൂക്കം മുന്നിൽ LDF ഉണ്ടാവും. ഇതെല്ലാമാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. ഏതായാലും കേരളം ആർക്കൊപ്പമെന്ന് ഇനി നാളെ അറിയാം. തെരഞ്ഞെടുപ്പ് ഫലം പ്രേക്ഷകരിലെത്തിക്കാൻ വിപുലമായ സംവിധാനങ്ങളാണ് മീഡിയ വൺ ഒരുക്കിയിരിക്കുന്നത്. ഫലപ്രഖ്യാപനത്തിന്റെ ഓരോ നിമിഷവും ദിവസം മുഴുവൻ ഇടവേളകളില്ലാതെയാണ് സംപ്രേഷണം ചെയ്യുന്നത്. ഞങ്ങളുടെ സജ്ജീകരണങ്ങളെക്കുറിച്ച് കൂടെയുള്ള കാര്യങ്ങൾ അറിയുക. നാട്ടുപോട്ട് പൂർണ്ണമാകുന്നു. നമസ്കാരം. സംസ്ഥാനത്തെ 224 കൗണ്ടിംഗ് സെന്ററുകളിൽ നിന്നും തത്സമയ വിവരങ്ങൾ മീഡിയ വൺ റിപ്പോർട്ടർമാർ പ്രേക്ഷകരിലെത്തിക്കും. ജില്ലാ ആസ്ഥാനങ്ങളിൽ നിന്നും ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന നഗരസഭകളിൽ നിന്നും തത്സമയ ദൃശ്യങ്ങളെത്തിക്കാനുള്ള സംവിധാനങ്ങളും ഒരുക്കിക്കഴിഞ്ഞു. രാവിലെ 6 മണി മുതൽ ഇടവേളകളില്ലാതെ രാത്രി 12:30 വരെ തത്സമയ വിവരങ്ങളും അവലോകനവും പ്രേക്ഷകരിലെത്തും. രാഷ്ട്രീയ, സാമൂഹ്യ, മാധ്യമരംഗത്തെ പ്രമുഖർ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തത്സമയം ചേരും. വിർച്വൽ ഗ്രാഫിക്സ് അടക്കമുള്ള അതിനൂതന ദൃശ്യസാധ്യതകൾ ഉപയോഗിച്ചാവും വാർത്താവതരണം. രാത്രി 8 മണി മുതൽ 10 മണി വരെ നീളുന്ന സ്പെഷ്യൽ എഡിഷനിൽ കേരള രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കളും പ്രഗത്ഭരുമടങ്ങുന്ന പാനലുമുണ്ടായിരിക്കും. പതിവ് ഇടവേളകൾ ഒഴിവാക്കിയും പരസ്യങ്ങൾ നിയന്ത്രിച്ചുമാണ്
മീഡിയ വൺ മുഴുദിന വാർത്താവതരണം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ വൺ.